എൻ്റെ ഭർത്താവ് A.T. ആൻ്റണി. അദ്ദേഹത്തിന് പനിയും വയറുവേദനയായിട്ടാണ് മേരി ക്വീൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് പഴുപ്പും വയറുവേദനയായിരുന്നു. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാറായി. അതിനു മുമ്പ് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം നല്ല ഭേദപ്പെട്ടു ആരോഗ്യവാനായിട്ട് ഇപ്പം ഇരിക്കുന്നു. ഈ രോഗി എൻ്റെ OPയിലേക്ക് വരുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ്. നടക്കാൻ പോലും പറ്റത്തില്ല. വീൽ ചെയറിലാണ് ഈ രോഗി എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വയറ് കണ്ടമാനം വീർത്ത് കെട്ടി ശ്വാസം വിടാൻ വരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഈ രോഗി എൻ്റെ OPയിലെത്തുന്നത്. പരിശോധനയിലാണ് എനിക്ക് മനസ്സിലായത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരികയും പൂർണ്ണമായും ഇൻഫെക്ഷൻ വന്നങ്ങ് നശിച്ചു പോവുകയും ആ സ്ഥാനത്ത് ഒരു വലിയ പഴുപ്പ് ഏകദേശം ഒരു 20-25 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു പഴുപ്പ് കെട്ടിക്കിടക്കുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ പഴുപ്പ് കുത്തിയെടുത്ത് കളയുക എന്നുള്ളൊരു പ്രക്രിയയാണ്. അതായത് നമ്മൾ സ്കാനിങ് കണ്ടുകൊണ്ട് ഈ പഴുപ്പിലേക്ക് നമ്മളൊരു ട്യൂബ് ഇറക്കും. ആ ട്യൂബ് ഇറക്കി ഈ പഴുപ്പ് അങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരിൽ ഇതുവഴി ഒരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ ഈ രോഗിയുടെ അവസ്ഥയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ പഴുപ്പെടുത്ത് കളഞ്ഞ ശേഷവും പുള്ളിക്കാരന് വീണ്ടും അതിനകത്ത് പഴുപ്പ് കെട്ടുകയാണ്. വീണ്ടും പഴുപ്പ് കെട്ടും. അത് മാത്രമല്ല, ഈ പഴുപ്പിൻ്റെ കട്ടി കൂടുതൽ കാരണം ഈ ട്യൂബിൽ കൂടെ മുഴുവനായിട്ടും അങ്ങ് വരുന്നില്ല. പിന്നെ ഈ രോഗിക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് സർജറി ആണ്. ഓപ്പൺ സർജറി ആയിട്ട് ഇത് എല്ലായിടത്തും തന്നെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ആളുടെ രോഗാവസ്ഥയും ആളുടെ ഒരു റിക്കവറിയും കണക്കിലെടുത്ത് ഞങ്ങളത് കീഹോൾ സർജറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കാരണം മുറിവുണ്ടാവുന്നില്ല, ആളുടെ രോഗിയുടെ റിക്കവറി വളരെ ഏർലി ആയിരിക്കും. കാരണം അറിയാലോ, ഒരു വലിയ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്ക് എഴുന്നേറ്റ് നടക്കാനും രോഗിക്ക് ബാക്കി ഭക്ഷണം കഴിക്കാനും ഒക്കെ താമസം ഉണ്ടാകും. ഈ വയറിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ഈ ആമാശയം തുറന്ന് ആമാശയത്തിലൂടെ ഈ പഴുപ്പ് ഉള്ള ഭാഗം നമ്മളതങ്ങ് തുറക്കുകയാണ് ചെയ്തത്. ആ പഴുപ്പ് കംപ്ലീറ്റ് നീക്കം ചെയ്യുകയും ഈ പാൻക്രിയാസ് ഗ്രന്ഥിയും ആമാശയവും തമ്മിൽ അങ്ങ് യോജിപ്പിക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പുതിയതായിട്ടുണ്ടാകുന്ന പാൻക്രിയാസിൽ നിന്നുണ്ടാകുന്ന രസങ്ങളെല്ലാം ഈ ആമാശയത്തിലേക്ക് എത്തി ദഹനത്തിന് സാധാരണ പോലെ നടക്കുകയും ചെയ്യും. ഈ രോഗിയുടെ അവസ്ഥ വെച്ച് അനസ്തീഷ്യ, കാർഡിയോളജി എല്ലാം കാണിച്ച ശേഷം സർജറിക്ക് ടേക്കപ്പ് ചെയ്യുകയും 2 ദിവസത്തിന് ശേഷം ഈ രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയും നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇത് പാൻക്രിയാസിൻ്റെ സർജറി എന്ന് പറയുമ്പം അതൊരു സിമ്പിൾ സർജറി അല്ല. കാരണം ഈ പാൻക്രിയാസ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഗ്ലാൻഡാണ്. അതായത് വളരെ അപകടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്ലാൻഡാണ്. കാരണം ഇതിൻ്റെ ചുറ്റുവട്ടത്തുമാണ് കുറേ രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കാം. അങ്ങനെ വെരി ഹൈ റിസ്കി സർജറിയാണ് ഈ പാൻക്രിയാറ്റിക് സർജറി എന്ന് പറയുന്നത്. പക്ഷേ കീഹോൾ വഴി നമുക്ക് ഈ സർജറി വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും രോഗീനെ ഏകദേശം ഒരു 6 ദിവസത്തിനുള്ളിൽ തന്നെ സർജറിക്ക് ശേഷം വീട്ടിലേക്ക് വിടാൻ സാധിക്കുകയും ചെയ്തു. ഈ രോഗി വീണ്ടും എൻ്റെ OPയിലേക്ക് തിരിച്ച് റിവ്യൂവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വളരെ സുഖമായിരിക്കുന്നു, സാധാരണയായി ഭക്ഷണം കഴിക്കുന്നു. ഹി ഈസ് ഹാവിങ് എ നോർമൽ ലൈഫ് നൗ. താങ്ക് യു.